സിജു, ധർമ്മസ്ഥലയിലൂടെയുള്ള യാത്ര തുടരുമ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ ആ ലോറി ഡ്രൈവർ പറയുന്നത് കേട്ടിട്ട് തന്നെ ഭയം തോന്നുന്നു. ആ നാട്ടിൽ എന്തൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ പരസ്യമായി സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ് സിജു? അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? മനു, ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുൻ ക്ഷേത്രം ജീവനക്കാരൻ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് കൂടുതൽ ആളുകൾ ഇങ്ങനെ രംഗത്ത് വരുന്നത്, പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അവർക്ക് മുഖം പുറത്ത് കാണിച്ചുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തു വരുന്നതിന് ഭയമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരും മറ്റ് വിവരങ്ങളും ദൃശ്യങ്ങളും എല്ലാം തന്നെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കാത്തത്. ഇദ്ദേഹം പറയുന്നത് 2009 അവസാനം ഈ ടിപ്പർ ലോറിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. സുബ്രഹ്മണ്യയിലേക്ക് സ്ഥിരമായി കല്ലുമായി ഗുരുവാനിക്കരയിലെ ക്രഷറിൽ നിന്ന് ഇദ്ദേഹം യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ദിവസം, തീയതി കൃത്യമായി ഓർക്കുന്നില്ല അദ്ദേഹം, 2009 അവസാനമാണ് എന്നാണ് പറയുന്നത്. ഒരു ദിവസം പുറച്ച് 3 മണിക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി പൂർണ്ണ നഗ്നയായി ഓടി വരുന്ന ദൃശ്യം കണ്ടു. ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് ഓടി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നാകെ രക്തം ഒഴുകുന്ന നിലയിലായിരുന്നു, പൂർണ്ണ നഗ്നയായിരുന്നു. പെട്ടെന്ന് ഈ ലോറി നിർത്തി ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും പെൺകുട്ടി ഭയന്നുകൊണ്ട് അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു. മറ്റു കാര്യങ്ങളൊന്നും തന്നെ പെൺകുട്ടി സംസാരിക്കാതെ ഓടി മാറി. ഇതിന് പിന്നാലെ ഒരു കാറിൽ 4 പേരെത്തിയെന്നാണ് പറയുന്നത്. ഈ 4 പേർ ഈ പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കുകയും അതിനുശേഷം ഇയാളെ, ലോറി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കുകയായിരുന്നു. വലിയ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തണമെന്നുണ്ടായിരുന്നെങ്കിലും ഇവർ 4 പേർ ഭയപ്പെടുത്തിയതിനെ തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് സുബ്രഹ്മണ്യയിലേക്ക് പോയി 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ തൊട്ടടുത്തുള്ള ഈ സംഭവം നടന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു 1/2 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ പാലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. പോലീസ് അതെത്തി കരയിലേക്ക് മൃതദേഹം എത്തിച്ചു. പക്ഷേ തീർത്തും അഴുകിയ നിലയിലായിരുന്നു, തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലായിരുന്നു ഈ മൃതദേഹം എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഇതുവഴി കടന്നു പോകുമ്പോൾ അവിടെ വാഹനം നിർത്തിയപ്പോൾ ഒരു ദുർഗന്ധമുണ്ടായിരുന്നു. പക്ഷേ അന്വേഷിക്കാൻ നിന്നില്ല. തിരിച്ചു വരുമ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയ വിവരം അറിയുന്നത്. വാഹനം നിർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അന്ന് ആ പെൺകുട്ടി തന്നെയായിരിക്കും ഇതെന്ന് തനിക്ക് ഏതാണ്ട് ഉറപ്പുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ലോറി ഡ്രൈവർ പറയുന്നത്. തൻ്റെ വീട്ടുകാരോട് അദ്ദേഹം ഈ വിവരം പറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറിയ നിരവധി മലയാളികളുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽപ്പെട്ടയാളാണ് ഈ കൈരളി ന്യൂസുമായി സംസാരിച്ചത്. ഇവിടെ വർഷങ്ങളായി താമസിക്കുന്ന ഒരാളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നിരുന്ന കാര്യങ്ങളുടെ ഒരു ഭീതി അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യമായി പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഭയം കൊണ്ടാണ് പോലീസിൽ ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാതിരുന്നത്. തൻ്റെ കുടുംബത്തിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് പോലീസിനെ സമീപിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു, പേടികൊണ്ട്. കാരണം നമ്മൾ സ്വാഭാവികമായും ഇത് കാണുന്ന ആളുകൾ വിചാരിക്കും എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന്. പക്ഷേ ഇവിടെ അത്തരം സാഹചര്യത്തിൽ ആരും തന്നെ മൊഴി നൽകാനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും പലർക്കും പല കാര്യങ്ങളും അറിയാം, അവർ അത് തുറന്ന് പറയാൻ ഭയം കൊണ്ട് അവർക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ പുതിയ അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവിടെ മനുഷ്യർക്ക് സ്വാഭാവികമായി ഭയമുണ്ടാകും. ഇത്ര വലിയ കൊലപാതക പരമ്പരകൾ നടന്ന സ്ഥലമാണ്. അവർക്ക് ധൈര്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഈ നാടുണ്ട് എന്ന് പറയേണ്ടത് ആ നാട്ടിലെ ഭരണാധികാരികളാണ്. അതിനുവേണ്ട നിയമ സംവിധാനം ഒരുക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അതവിടെ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ ഈ നിമിഷം വരെ നിയമിച്ചിട്ടുണ്ടോ ഈ സംഭവങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ മരണപ്പെട്ടത് ആരാണെന്ന് പോലും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ മരിച്ചത് ആരാണെന്ന് ആ ദൃശ്യം കണ്ട ആ ഡ്രൈവർക്ക് പോലും അറിയില്ല. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമാണ്. കൊല്ലപ്പെട്ടത് ആരാണെന്ന് പോലും അറിയത്തില്ലാത്ത സാഹചര്യമാണുള്ളത്. മനു, കാര്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പുതിയ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ മാസം 3-നാണ് മുൻ ക്ഷേത്രം ജീവനക്കാരൻ പോലീസിൽ പരാതിയുമായി എത്തുന്നത്. ധർമ്മസ്ഥല പോലീസിൽ പരാതിയുമായി എത്തിയ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100-ലധികം സ്ത്രീകളുടെ ശവശരീരങ്ങൾ കുഴിച്ചിടേണ്ടി വന്നു, നിർബന്ധപൂർവ്വം കുഴിച്ചിടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അവർ പലരും ബലാത്സംഗത്തിനിരയായവരായിരുന്നു. പലരുടെയും മൃതദേഹം പല സ്ഥലങ്ങളിലും പൊങ്ങിയ നിലയിലായിരുന്നു. അത്തരം മൃതദേഹങ്ങൾ
മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ടി വന്ന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ധർമ്മസ്ഥല പോലീസ് ആദ്യഘട്ടത്തിൽ മടിച്ചു നിന്നെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമികമായ ഒരു കേസെടുത്തു എന്നതൊഴിച്ചാൽ അതിനുശേഷം മറ്റൊരു കാര്യങ്ങളും മുന്നോട്ട് പോയില്ല. ഇതിന് പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം കുഴിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്ന ഒരു ശരീരാവശിഷ്ടം, മൃതദേഹത്തിൻ്റെ അവശിഷ്ടവുമായിക്കൊണ്ട് ബൽത്തങ്കാടി കോടതിയിലെത്തുകയാണ്. കോടതിയിൽ നേരിട്ടെത്തി അവിടെ മൊഴി നൽകി. ഈ സമയത്ത് കോടതിയുടെ ഒരു ഇടപെടലുണ്ടായി. കോടതി പറഞ്ഞത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ പറയുന്ന ഭാഗത്തെല്ലാം തന്നെ കൃത്യമായി കുഴിയെടുത്ത് പരിശോധന നടത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണമെന്ന ഒരു ആവശ്യം ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് നിയമസഹായം നൽകുന്ന, ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ക്ഷേത്രം ജീവനക്കാരന് നിയമസഹായം നൽകുന്ന അഭിഭാഷക സംഘമാണ് ഇത് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ പറഞ്ഞത് നിയമപ്രകാരം എല്ലാ കാര്യങ്ങളും നടക്കും, പോലീസുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സംസാരിക്കുമെന്നാണ്. എന്നാൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഈ മാസം 3-ന് നടന്ന ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അതിനുശേഷം 11-ന് കോടതിയുടെ ഇടപെടലുണ്ടായ ഒരു സംഭവത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ കഴിയുന്നില്ല എന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു, എന്തൊരു തരം വീഴ്ചയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണം. ഈ പരാതിക്കാരനോ അവരുടെ അഭിഭാഷകർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കർണാടക സർക്കാരിനായിരിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. 1995 മുതൽ 2014 വരെ നിരവധി പേരെ ഇങ്ങനെ തനിക്ക് കുഴിച്ചിടേണ്ടി വന്നു എന്നാണ് ഈ ക്ഷേത്രം ജീവനക്കാരൻ പറയുന്നത്. അതിന് പിന്നാലെ തന്നെ പലരുടെയും വെളിപ്പെടുത്തൽ വരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന ഈ വെളിപ്പെടുത്തൽ അങ്ങനെ പലരുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ കുറച്ചുപേരെങ്കിലും ധൈര്യത്തോടു കൂടി ഇത് പോലീസിനോടെങ്കിലും പറയാം, അന്വേഷണ സംഘത്തോടെങ്കിലും പറയാം എന്ന തരത്തിൽ കുറച്ച് ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. അത്തരം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഭിഭാഷക സംഘമാണ് ഇതെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ സർക്കാർ തലത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ ഇനിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടക സർക്കാർ ഈ നിസ്സംഗതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ അന്വേഷണത്തിന് കർണാടക സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി മറ്റൊരു വഴിയാണ് ഈ ആക്ഷൻ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് രാഹുൽ ഗാന്ധി ഇതിൽ ഇടപെടണം എന്നുൾപ്പെടെയുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഈ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിന് എത്രത്തോളം ഫലമുണ്ടാകുമെന്ന് അറിയില്ല. ഏതായാലും ഈ മാസം 3-ാം തീയതി തൊട്ടുണ്ടായ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല. ആദ്യം ഒരു കേസെടുത്തു എന്നതൊഴിച്ചാൽ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം നടത്തുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിൽക്കുമ്പോൾ പോലീസിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടക്കുന്നതായി നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. മനു.